ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. തിളക്കമില്ലാതെ അവസാനിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. 845 പോയിന്റ് ഇടിഞ്ഞ് സെൻസെക്സ്. നിഫ്റ്റി 22,300 താഴെ വ്യാപാരം അവസാനിപ്പിച്ചു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികകളിൽ 1.5% നഷ്ടം. പശ്ചിമേഷ്യൻ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിപണിയിൽ വൻ വിൽപ്പന സമ്മർദ്ദം. ടെസ്ലയുമായി സെമിക്കോൺ കരാർ ഒപ്പുവെച്ച് ടാറ്റ ഇലക്ട്രോണിക്സ്. ടെസ്ല പ്രൊമോട്ടർ ഇലോൺ മസ്ക് ഈ മാസം ഇന്ത്യ സന്ദർശിക്കും. നിക്ഷേപ പ്രഖ്യാപനമുടൻ. ഇലക്ട്രിക് വാഹന വിപണി കേന്ദ്രീകരിച്ചും വൻ നിക്ഷേപത്തിന് സാധ്യത. ഡൽഹിയിലും മുംബൈയിലും ആദ്യ ഷോറൂമുകൾ ആരംഭിച്ചേക്കും. ആഗോള സമുദ്ര വ്യവസായത്തിന് കടുത്ത വെല്ലുവിളിയായി പശ്ചിമേഷ്യൻ സംഘർഷം. ഷിപ്പിംഗ് ചെലവ് 4 മടങ്ങ് വർദ്ധിച്ചു. സൂയസ് കനാലിൽ നിന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഓരോ കപ്പൽ തിരിച്ചുവിടുന്നതിനും ചെലവാകുന്നത് $3 മില്യൺ. പേർഷ്യൻ ഗൾഫ് അടച്ചിടൽ സാധ്യതയിലേക്ക്. രാജ്യത്ത് മൊത്തവിലക്കയറ്റം കൂടി. മാർച്ചിൽ രേഖപ്പെടുത്തിയത് 0.53%. ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും 50%-ലേറെ വില കൂടിയെന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നു തുടരുന്നതിൽ ആശങ്ക. 2025 സാമ്പത്തിക വർഷത്തിൽ പുതുതായി 40,000 പേരെ നിയമിക്കാനൊരുങ്ങി TCS. മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ് വഴി നിയമനം ആരംഭിച്ചു. 4ാം പാദ കണക്കുകളിൽ TCSനുള്ളത് മികവാർന്ന നേട്ടം. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനുകളും ഒപ്പം പ്രതീക്ഷയിലും ഉയർന്ന US പണപ്പെരുപ്പവും ഒക്കെ വിപണിയെ പ്രതികൂലമായി ബാധിച്ച കാഴ്ചയാണ് ഇന്ന് വിപണിയിലുടനീളമുണ്ടായത്. വ്യാപാരത്തിന്റെ തുടർച്ചയായ 2 സെഷനുകളിലും ഈ ഒരു നഷ്ടം തുടർന്നിരുന്നു. നിഫ്റ്റി, ബാങ്ക്, IT സൂചികളിൽ ഏകദേശം 1.8% നഷ്ടമാണ് ഇന്ന് മാത്രം ഉണ്ടായത്. സെൻസെക്സ് 800 പോയിന്റ് ഇടിഞ്ഞതോടെ നിക്ഷേപകർക്കുണ്ടായത് വിപണിയിൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ ഒരു നഷ്ടമാണുണ്ടായത്. വിപണിയിൽ രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് മോഡ് നമുക്ക് പ്രകടമായിരുന്നു. ഈ ആഗോള വിപണിയിൽ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു എന്ന് തന്നെ പറയാം. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഇന്ന് വ്യാപാരത്തിലുടനീളം തന്നെ ഒരു റെഡ് സിഗ്നലിലാണ് വ്യാപാരം നടത്തിയത്. ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50 246 പോയിന്റ് ഇടിവിൽ 22,272 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി, ബാങ്ക് ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. ഏകദേശം 1.8% നഷ്ടം നിഫ്റ്റി, ബാങ്ക്, അതുപോലെ നിഫ്റ്റി IT ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 791 പോയിന്റ് ഇടിവിൽ 47,273 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു വിൽപ്പന സമ്മർദ്ദം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് പ്രകടമായിരുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് 845 പോയിന്റ് ഇടിവിൽ 73,399 പോയിന്റ് ഇടിവിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ആഗോള വിപണികളിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് വ്യാപാരം കഴിഞ്ഞ ദിവസങ്ങൾ അവസാനിപ്പിച്ചത്. ഈ ഒരു പ്രതിഫലനം ഇന്നും ഇന്ത്യൻ ഓഹരി വിപണിയിലും ഉണ്ടായെന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ പതിവ് സെഗ്മെന്റാണ്. DBFSൽ ഒരു അതിഥിയെ DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ഈവനിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ മുതൽ ഒരു നെഗറ്റീവ് മോഡലായിരുന്നു. ഇന്ന് ക്ലോസ് ചെയ്തതും ഈ ഒരു നെഗറ്റീവ് മോഡൽ തന്നെയാണ്. എന്തൊക്കെയായിരിക്കും ഈ ഒരു ഇതിനുള്ളൊരു കാരണം? ഈ വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു ഹ്യൂജ് സെൽ ഓഫ് നടക്കുകയാണെങ്കിൽ നിക്ഷേപകരെ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും? ഗുഡ് ഈവനിങ് സൂര്യശ്രീ. ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മാർക്കറ്റ് ഏറ്റവും ഹയർ ലെവലിൽ 22,750 എന്നുള്ള നിഫ്റ്റിയുടെ ഹയസ്റ്റ് പോയിന്റ് വന്നത്. അതിനുശേഷം വ്യാഴാഴ്ച അവധിയായിരുന്നു. വെള്ളിയാഴ്ചയും ഇന്നുമായിട്ട് 2 ദിവസം കൊണ്ട് 500 പോയിന്റ് നിഫ്റ്റിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. സെൻസെക്സിൽ 1,500 മുകളിൽ പോയിന്റ് ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈയിൽ നിന്ന് നല്ലൊരു ഫോളാണ് 2 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഫോളിന്റെ റീസൺ എല്ലാവരും പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതുകൊണ്ടുണ്ടാകാവുന്ന ദൂഷ്യങ്ങളും അല്ലെ എക്കണോമിക് കോൺസിക്വൻസസും ഒക്കെ കൊണ്ടാണെന്നാണ്. സെന്റിമെന്റ്സ് അഫക്റ്റഡ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ കുറച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ കുറച്ച് നേരത്തെ നോക്കിയാൽ റിക്കവർ ചെയ്യുന്ന ഒരു സൂചനകൾ കണ്ടപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസിംഗിൽ വീണ്ടും താഴേക്ക് പോയി. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നുമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. അതിന് വേറൊരു കാരണം കൂടെയുണ്ട്. ഈ മൗറീഷ്യസുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് റീവർക്ക് ചെയ്യുമ്പോൾ FISന് അത് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടാക്സിന്റെ കാര്യത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അതാണ് ഒരു റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്കോ അടുത്ത ദിവസങ്ങളിലേക്കോ നോക്കിയാൽ
ഒരു 22,000 ലെവലിൽ മാർക്കറ്റിന് നല്ല സപ്പോർട്ട് കിട്ടും. അതായത് ഇവിടെ നിന്ന് ഒരു 250 പോയിന്റിന് കൂടുതൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. ഇനി യുദ്ധം കൂടുതലായിട്ട് മുറുകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ കാര്യങ്ങൾ മാറും. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് ഒരു 250 പോയിന്റ് താഴെ മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് വരും. അവിടെ സ്റ്റെബിലൈസ് നന്ദി ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണി വരും ദിവസങ്ങളിലും ഒരു കൺസോൾട്ടേഷൻ സാഹചര്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. മാർക്കറ്റ് വ്യൂവുമായി ഇനി നാളെ കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയതുമായി ഉന്മേഷ് ശിവരാമൻ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.